വെൽക്കം ഓൾ എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ സിങ്ക്രണസ് മോഡ് 5 അപ്പ് കൗണ്ടറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് 7473 IC/JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ IC യൂസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം 7408 ആൻഡ് ICയും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മോഡ് 5 അപ്പ് കൗണ്ടർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ സിങ്ക്രണസ് കൗണ്ടർ എന്ന് പറയാൻ കാരണം 3 ഫ്ലിപ്പ് ഫ്ലോപ്പിനും നമ്മൾ അറ്റ് എ ടൈം എക്സ്റ്റേണലായിട്ട് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്ത് ട്രിഗർ ചെയ്യിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സിങ്ക്രണസ് കൗണ്ടർ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ആ ഒരു ഇത് കാണുമ്പോൾ അറിയാം, എക്സ്റ്റേണലായിട്ടുള്ള ക്ലോക്ക് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഔട്ട്പുട്ട് 3 ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട്. Q0, Q1, Q2 എന്നുള്ള 3 ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി കണക്ഷൻസ് ഉണ്ട്. ഇനി ഇതാണ് ഇതിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. മോഡ് 5 അപ്പ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ 0 മുതൽ 4 വരെയുള്ള 5 നമ്പേഴ്സ് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കൗണ്ടറാണ്. അതായത് 0 to 4 വരെ ഉള്ള 5 നമ്പേഴ്സ് കൗണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ മോഡ് 5 അപ്പ് കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രൂത്ത് ടേബിളുണ്ട്, സർക്യൂട്ട് ഡയഗ്രാം ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു 7473 യൂസ് ചെയ്തിട്ടുള്ള സിങ്ക്രണസ് കൗണ്ടർ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം ഞാൻ 2 JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 7473യുടെ ICയും ഒരു 7408ൻ്റെ ICയും, ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് നമുക്ക് JK ICക്കകത്ത് 2 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ചെയ്യാൻ പറ്റുന്നത്. സോ 7473 നമുക്ക് 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് 2 7473യുടെ ICയും ഒരു 7408ൻ്റെ ICയും യൂസ് ചെയ്യുന്നത്. അതിന് മുന്നേ എങ്ങനെയാണ് ICക്ക് നമ്പർ ചെയ്യുക എന്ന് നോക്കുക. 7473യുടെ ഒരു പിൻ ഔട്ട് ഡയഗ്രമാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ പിൻ ഔട്ട് ഡയഗ്രം നോക്കുമ്പോൾ അറിയാം, ഒരു സിംഗിൾ ICക്കകത്ത് നമുക്ക് 2 ഫ്ലിപ്പ് ഫ്ലോപ്സാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു സിംഗിൾ IC എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് അതിനുള്ളിൽ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അടുത്ത ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു IC കൂടി എടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ ഒരു സിംഗിൾ IC ഉപയോഗിച്ചിട്ട് 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് നമുക്ക് അതിനുള്ളിൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി തേർഡ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇരിപ്പുണ്ട്. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീണ്ടും ഒരു 7473 IC എടുത്താലായിരിക്കും ചെയ്യാൻ പറ്റുക. ഓക്കെ, 7473 നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പിൻ നമ്പർ നമുക്ക് കൊടുക്കാൻ പറ്റുക? J എന്നുള്ളത് ഏത് പിന്നാണ്, K ഏത് പിന്നാന്നൊക്കെ നമുക്ക് ഈ പിൻ ഔട്ട് ഡയഗ്രാം നോക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഫസ്റ്റ് നോക്കിയേ, J എന്നുള്ള പിന്നെന്ന് പറഞ്ഞാൽ 14th പിന്നാണ്. അതുപോലെ K എന്ന് പറഞ്ഞാൽ 3rd പിന്നാണ്. അതായത് ആ ICയുടെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ആ ഒരു നമ്പർ J എന്ന് പറയുന്നത് 14ാമത്തെ പിന്നാണ്. J 14ാമത്തെ പിന്നാണ്. അതുപോലെ K എന്ന് പറയുന്നത് എത്രാമത്തെ പിന്നാണ്? 3rd പിന്നാണ്. അപ്പോൾ അതൊരു പിൻ ഔട്ട് ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് ബാക്കി നോക്കാം. നമുക്ക് ഇനി എന്താണ് ക്ലോക്കിൻ്റെ കണക്ഷൻ, ക്ലിയറിൻ്റെ കണക്ഷൻ, ഔട്ട്പുട്ട്, അതൊക്കെ ഏത് പിന്നാന്നറിയണം. അപ്പോൾ ആ ഒരു പിൻ ഔട്ട് ഡയഗ്രാം നോക്കുവാണെങ്കിൽ ആ പിൻ ഔട്ട് ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് നോക്കാം. ക്ലോക്ക് പോയേക്കുന്നത് എത്രാമത്തെ പിന്നിലാണ്? ക്ലോക്ക് 1ാമത്തെ പിന്നിലാണ് പോയേക്കുന്നത്. സോ ക്ലോക്കിന് നമുക്ക് 1 എന്ന് നമ്പർ ചെയ്യാം. ഇനി ക്ലിയർ എത്രാമത്തെ പിന്നാന്ന് നോക്കുക. ക്ലിയർ CLR എന്ന് എഴുതിയിരിക്കുന്നത് എത്രാമത്തെ പിന്നാന്ന് നോക്കി. CLR എഴുതിയിരിക്കുന്നത് 2nd പിന്നാണ്. സോ നമ്മൾ ആ ക്ലിയറിൻ്റെ പ്ലേസിൽ 2 എന്നുള്ള പിൻ നമ്പർ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ടത് ഒരു ഔട്ട്പുട്ടുണ്ട്. ഔട്ട്പുട്ട് Q0 ആണ്. നമ്മളിതിനകത്ത് Q എന്ന് എഴുതിയിരിക്കുകയാണ്. Q നോക്കുക. Q എന്ന് പറഞ്ഞാൽ 12th പിന്നാണ്. സോ Q0ക്ക് നമ്മൾ 12 വന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ആവശ്യമായിട്ടുള്ള അതിൻ്റെ എന്താണ് അത്യാവശ്യം വേണ്ടുന്ന പിൻ നമ്പേഴ്സ് എല്ലാം നമ്മൾ പിൻ ഔട്ട് ഡയഗ്രത്തിൽ നിന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സെയിം ICക്കകത്ത് തന്നെയുള്ള 2ാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ നമ്പർ നോക്കണമെങ്കിൽ ആ ഒരു പിൻ ഔട്ട് ഡയഗ്രത്തിൽ 2ാമതിരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ JK പിന്നുകൾ എത്രാമത്തെ പിന്നിലാണ് പോയേക്കുന്നതെന്ന് നോക്കുക. സോ J എന്ന് പറഞ്ഞാൽ 7ാമത്തെ പിന്നിലും K എന്ന് പറഞ്ഞാൽ 10ാമത്തെ പിന്നിലുമാണ് പോയിരിക്കുന്നതെന്ന് നിങ്ങൾക്കിതൊന്ന് നോക്കിയാൽ മനസ്സിലാവും. സോ നമ്മുടെ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ J എന്ന് പറയുന്നത് 7th പിന്നാണ്. അതുപോലെ K എന്ന് പറയുന്നത് 10th പിന്നാണ്. ഇനി അതിൻ്റെ ക്ലോക്ക് പിന്ന്, ക്ലോക്ക് എത്രാമത്തെ പിന്നിലാണ് കൊടുത്തേക്കുന്നതെന്ന് നോക്കാം. ക്ലോക്ക് പോയേക്കുന്നത് 5th പിന്നിലാണ്. സോ ക്ലോക്കിൻ്റെ പൊസിഷനിൽ നമ്മൾ 5 എന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ക്ലിയർ പിൻ എത്രയാണെന്ന് നോക്കണം. CLR 2ാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ CLR പോയിരിക്കുന്നത് എവിടെയാണ്? 6th പിന്നിലാണ് പോയിരിക്കുന്നത്. സോ
നമ്മൾ എന്ത് ചെയ്യുന്നു 6 എന്ന് CLRന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പിന്നോ ഡയഗ്രാം നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. CLR 6ാമത്തെ പിന്നാണ്. ഇനി നമുക്കതിൻ്റെ Q ഔട്ട്പുട്ട് വേണം. Q ഏതാണ്? Q പോയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 9th പിന്നിലാണ് പോയിരിക്കുന്നത്. സോ Qവിന് 9 എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഒരു ഫസ്റ്റ് ഐസിക്കകത്തുണ്ടായിരുന്ന 2 ഫ്ലിപ്പ് ഫ്ലോപ്പും ആ ഒരു പിൻ ഔട്ട് ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അടുത്ത ഒരു IC എടുക്കുകയാണെങ്കിൽ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. സോ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് കൊടുത്തിരുന്ന സെയിം നമ്പർ തന്നെ ആയിരിക്കണം നമുക്കതിൽ വരേണ്ടത്. സോ അത് നമുക്ക് ഈസി ആയിട്ട് നോക്കിയിട്ടങ്ങ് മാർക്ക് ചെയ്യാം. ഇനി ഇതിനകത്ത് വേണ്ടുന്ന വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ Q ബാർ എന്നൊരു ഔട്ട്പുട്ടും നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ നമ്മളൊരു പുതിയ IC എടുത്തു. ആ ICയുടെ Q ബാർ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് നോക്കുക. Q ബാർ 13th പിന്നാണ് പോയിരിക്കുന്നത്. സോ 13 എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ വൺസ് നമ്മളിത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. ഇനി നമുക്ക് ആൻഡ് ഗേറ്റ് ഉണ്ട്. ആൻഡ് ഗേറ്റിന് നോർമലി നമ്മൾ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഫസ്റ്റ് ഗേറ്റ് എടുത്തു 1ഉം 2ഉം ഇൻപുട്ടായിട്ട് കൊടുത്തു 3 ഔട്ട്. ഇനി ഓക്കെ 7473യുടെ VCC ഗ്രൗണ്ട് നോക്കി. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്ത ICന്ന് ഡിഫറൻസ് ഉണ്ട്. 7473യുടെ VCC എന്ന് പറയുന്നത് 4th പിന്നാണ്. അതുപോലെ അതിൻ്റെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ 11th പിന്നിലായിരിക്കും കൊടുക്കേണ്ടത്. 7408നാണെങ്കിലോ നമ്മൾ നോർമലി 7408ൻ്റെ VCC 14ാമത്തെ പിന്നാണ്. ഗ്രൗണ്ട് 7ാമത്തെ പിന്നുമായിരിക്കും നമ്മൾ കണക്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം ഇനി എന്താണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഔട്ട്പുട്ട് Q0, Q1, Q2 ഔട്ട്പുട്ട് കണക്ട് ചെയ്യണം. അതുപോലെ ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻപുട്ട് പിന്ന് കണക്ട് ചെയ്യണം. ക്ലോക്ക് കണക്ട് ചെയ്യണം. അത് നമുക്ക് എന്താണ് ഒരു ഡിജിറ്റൽ IC ട്രെയിനർ കിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്കത് കൊടുക്കാം. ഇപ്പോൾ IC പ്ലേസ് ചെയ്തിട്ടുണ്ട്. IC പ്ലേസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് IC പ്ലേസ് ചെയ്യുന്നതൊക്കെ നേരത്തുള്ള വീഡിയോസിൽ പറഞ്ഞു. ഫസ്റ്റ് 2 ആയിരിക്കുന്ന IC 7473യുടെ ICയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് വണ്ണാണ് ആൻഡ് ഗേറ്റ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആദ്യം ഇരിക്കുന്ന ICയിലും ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ICയിലും ആൻഡ് ഗേറ്റിന് വേണ്ടിയിട്ട് 3ാമത്തെ IC പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കണക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് VCC ഗ്രൗണ്ട് കണക്ഷൻ നമ്മൾ നോർമലി അതങ്ങ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മറന്നു പോകത്തില്ല. കാരണം സർക്യൂട്ട് ഡയഗ്രത്തിനകത്ത് എങ്ങും VCC ഗ്രൗണ്ട് കണക്ഷൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല. സോ അത് മറക്കാനുള്ളൊരു ചാൻസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമേ ആ ഒരു കണക്ഷൻ ചെയ്യാം. ഫസ്റ്റ് IC 7473 ആണ്. അതിൻ്റെ 4th പിന്നാണ് VCC. സോ 2 ICയുടെയും 4th പിന്നുകൾ ഷോർട്ട് ചെയ്യുന്നു. കാരണം 2 ICയുടെയും 4th പിന്നിലാണ് VCC കൊടുക്കേണ്ടത്. ലാസ്റ്റ് വൺ 7408 ആണ്. ആ ICയുടെ VCC എന്ന് പറഞ്ഞാൽ 14th പിന്നാണ്. സോ നമ്മൾ ഇങ്ങനെ ഒന്ന് ഷോർട്ട് ചെയ്ത് വെച്ചിട്ട് കിറ്റിനകത്ത് നിന്ന് ഏതെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും പോയിൻറ്റ്സിൽ നമ്മൾ VCC കൊടുക്കുകയാണെങ്കിൽ 3 ICക്കും VCC കണക്ഷൻ കിട്ടും. അതുപോലെ ഗ്രൗണ്ട് 7473യുടെ 11th പിന്നാണ് ഗ്രൗണ്ട്. രണ്ടാമത്തെ 7473യുടെയും 11th തന്നെയാണ് ഗ്രൗണ്ട്. ലാസ്റ്റ് വൺ 7408 ആണ്. അതിൻ്റെ 7th പിന്നാണ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. സോ അത് തമ്മിൽ നമ്മൾ ഷോർട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ആ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇനിയും കണക്ഷൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്കത് നോക്കിയിട്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ്. ഓക്കെ, ഇപ്പോൾ ഗ്രൗണ്ട് VCC കണക്ഷൻ 3 ICക്കും കൊടുക്കുന്ന രീതിയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ ക്ലിയർ കണക്ഷൻ ചെയ്യാം. ക്ലിയർ കണക്ഷൻ നോക്കൂ. ഫസ്റ്റ് ICയുടെ 2 6 നമുക്ക് ഷോർട്ട് ചെയ്യാം. 6ൽ നിന്ന് ലാസ്റ്റ് വണ്ണിൻ്റെ 2വിലേക്ക് ഷോർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫസ്റ്റ് ICയുടെ 2 ആൻഡ് ഫസ്റ്റ് ICയുടെ 6ൽ നിന്ന് സെക്കൻഡ് ICയുടെ 2വിലേക്ക് ആ ഒരു ഫിഗർ നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. കണക്ട് ചെയ്തു. ഇനി നമുക്ക് അവിടേക്ക് ക്ലോക്ക് കണക്ഷൻ ക്ലിയർ കണക്ഷൻ എക്സ്റ്റേണലി കൊടുത്താൽ മതി. ഇനി നമുക്ക് ക്ലോക്ക് കണക്ഷൻ നോക്കാം. ക്ലോക്ക് കണക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ICയുടെ തന്നെ 1ഉം 5ഉം ഷോർട്ട് ചെയ്യുക. 1ഉം 5ഉം ഷോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ICയുടെ 1ലേക്ക് കണക്ട് ചെയ്യുന്നു. 1 5 ഷോർട്ട് ചെയ്തു. അതായത് ആ ഫസ്റ്റ് 2 ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും എന്താണ് ആ ഒരു ക്ലോക്ക് കണക്ഷൻ നമ്മൾ ചെയ്യാണ്. 1 5 ഷോർട്ട് ചെയ്തു. 5ൽ നിന്ന് ലാസ്റ്റ് വണ്ണിൻ്റെ 1ലേക്ക് ഒരു കണക്ഷൻ. ഇനി ഈ കണക്ട് ചെയ്തേക്കുന്ന ഏതെങ്കിലും പോയിൻറ്റ്സിൽ നമുക്ക് ക്ലോക്ക് കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ 2 ICക്ക് ക്ലോക്ക് കണക്ഷൻ എത്തിക്കോളും.
ഓക്കെ. കണക്റ്റ് ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ലീഡ്സുകൾ തമ്മിൽ ടച്ച് ചെയ്യാതെ നോക്കുക, ഷോർട്ട് ആവാതെ നോക്കുക, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. ഇനി അപ്പോൾ നമ്മുടെ ആ ഒരു കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്കുള്ള ആ ഒരു കണക്ഷൻ നോക്കാം. ഫസ്റ്റ് ICയുടെ 3rd പിന്നും ലാസ്റ്റ് വണ്ണിൻ്റെ 3rd മീൻസ് സെക്കൻഡിൻ്റെ 3rd തമ്മിലുള്ള ഒരു കണക്ഷനുണ്ട്, അത് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആ ഒരു കണക്ഷൻ നോക്കിയിട്ട് ചെയ്യുക. ഫസ്റ്റ് ICയുടെ 3rd മീൻസ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 3rd തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 3rd തമ്മിൽ ഒരു കണക്ഷനുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അത് ഒരു +5 വോൾട്ട് പോയിന്ന പോയിൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ +5 വോൾട്ട് ഓൾറെഡി നമ്മൾ 4th പിന്നിൽ കൊടുത്തേക്കുന്ന കാരണം അങ്ങോട്ടേക്ക് പിടിച്ച് കണക്ട് ചെയ്താലും മതി. ഓക്കെ. ഇനി ആ ഒരു കണക്ഷൻ കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 14th പിന്നും ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 13th പിന്നും തമ്മിലൊരു കണക്ഷനുണ്ട്, അത് ചെയ്യുക. ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് ഇരിക്കുന്ന IC ആണ്. ലാസ്റ്റ് വൺ നമ്മൾ ആൻഡ് ഗേറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സിൽ കൊടുത്തേക്കുന്ന കണക്ഷൻസാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇരിക്കുന്ന 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആദ്യത്തെ IC ആൻഡ് മൂന്നാമതിരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പാണ് സെക്കൻഡ് IC എന്ന് പറയുന്നത്. ഇനി ആ ഒരു കണക്ഷൻ ഫസ്റ്റ് ICയുടെ ഔട്ട് നമ്മൾ സെക്കൻഡിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. 12th പിന്നും 7th പിന്നും തമ്മിലുള്ള ഒരു കണക്ഷൻ. ഫസ്റ്റ് ICയുടെ 12ഉം ഫസ്റ്റ് ICയുടെ തന്നെ 7ഉം കൂടി നമ്മൾ ഷോർട്ട് ചെയ്യുന്നു. ഇനി എന്താണ് 7ഉം 10ഉം ഫസ്റ്റ് ICയുടെ തന്നെ 7ഉം 10ഉം കൂടി ഒരു കണക്ഷനുണ്ട്, അത് ചെയ്യാം. ഫസ്റ്റ് ICയുടെ 7 കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, പോയിൻറ്റ്സൊക്കെ നോക്കിയിട്ട് തന്നെ കൊടുക്കുക. ഫസ്റ്റ് ICയുടെ 7 ആൻഡ് ഫസ്റ്റ് ICയുടെ 10 തമ്മിൽ ഷോർട്ട് ചെയ്യുക. ഓക്കെ. നമ്മൾ പ്രോപ്പറായിട്ട് വയറൊക്കെ ഇരുന്നാൽ മാത്രമായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ എത്ര കണക്ട് ചെയ്താലും റിസൾട്ട് കിട്ടണമെന്നില്ല. ഓക്കെ. അതുകൊണ്ട് നോക്കി ശ്രദ്ധിച്ച് അടുത്തിരിക്കുന്ന ലീഡ്സിലൊന്നും തട്ടാതെയൊക്കെ നോക്കി നീറ്റായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ. 7ഉം 10ഉം ഷോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള കണക്ഷൻ എന്താണ്? ആ 7ഉം 10ഉം ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കണക്ഷൻ എങ്ങോട്ട് പോകണം? ആൻഡ് ഗേറ്റിൻ്റെ ഫസ്റ്റ് പിന്നിലേക്ക് പോകണം. ഈ ഒരു IC നമ്പർ ചെയ്ത് വയ്ക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് പിന്നെ ആ നമ്പേഴ്സ് നോക്കി അങ്ങ് കണക്ട് ചെയ്ത് പോകുന്ന ഒരു ഇതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ആൻഡ് ഗേറ്റാണ് നമ്മൾ ലാസ്റ്റ് വെച്ചേക്കുന്നത്. ആൻഡ് ഗേറ്റിൻ്റെ ഫസ്റ്റ് പിന്നും ഫസ്റ്റ് ICയുടെ 7473യുടെ 10th പിൻ 7th പിന്നും കൂടി ഷോർട്ട് ചെയ്ത് വെച്ചു. ഓക്കെ. കണക്ഷൻസൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു കണക്ഷൻ പറയുന്നത്. ഇനി നോക്കൂ, ഫസ്റ്റ് നമ്മുടെ ഇരിക്കുന്ന ഫസ്റ്റ് ICയുടെ 9th പിന്നും ലാസ്റ്റ് വണ്ണിൻ്റെ 2nd പിന്നും കൂടി ഒരു കണക്ഷനുണ്ട്. ഫസ്റ്റ് ICയുടെ ഫ്ലിപ്പ് ഫ്ലോപ്സ് സെക്കൻഡാണ് ഇരിക്കുന്നതെങ്കിൽ അത് ഫസ്റ്റ് ICയിലാണെന്നുള്ളൊരു ഓർമ്മ വേണം. നമ്മൾ അങ്ങനെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ സെക്കൻഡ് ICയുടെ 3rd ICയുടെ 2nd പിന്നും ഫസ്റ്റ് ICയുടെ 9th പിന്നും തമ്മിൽ ഒരു കണക്ഷൻ ചെയ്തു. ഇനി ലാസ്റ്റ് വണ്ണിൻ്റെ 3 പോകുന്നത് സെക്കൻഡ് ICയുടെ 14th പിന്നിലോട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ഇരിക്കുന്ന ICയുടെ 3rd പിന്നും സെക്കൻഡ് ICയുടെ 14th പിന്നും തമ്മിൽ ഷോർട്ട് ചെയ്യാം. ഓക്കെ. ഇത്രയും ആയപ്പോഴേക്കും നമുക്ക് ബ്രെഡ് ബോർഡിനകത്തുള്ള കണക്ഷൻസ് ഓവറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് ബോർഡ് കിറ്റിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള ഇൻപുട്ട്സ്, ഔട്ട്പുട്ട്, ക്ലോക്കൊക്കെ കണക്ട് ചെയ്യാം. ഓക്കെ. Q0, Q1, Q2 ആണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലിയർ പിന്ന് നമുക്കൊരു സ്വിച്ച് കണക്ട് ചെയ്യണം. ആ സ്വിച്ചായിട്ട് നമുക്കൊരു ഇൻപുട്ട് സ്വിച്ച് സെലക്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ക്ലോക്ക് കൊടുക്കാം. ക്ലോക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
7473 IC എന്ന് പറഞ്ഞാൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ നെഗറ്റീവ് എഡ്ജിൽ ട്രിഗർ ചെയ്യുന്ന IC ആണ്. സോ ക്ലോക്ക് പൾസ് നമ്മൾ നെഗറ്റീവ് പൾസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, 3 ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കിറ്റിൻ്റെ കണക്ഷൻസൊക്കെ നേരത്തുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലിയറിന് വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് കണക്ട് ചെയ്തു, VCCക്ക് വേണ്ടി ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഒരു കണക്ഷൻ, മോണോപൾസറിന് ഒരു കണക്ഷൻ ക്ലോക്കിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ബ്രെഡ് ബോർഡിലേക്ക് നമ്മുടെ പിൻ അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ VCC കണക്ഷൻ ചെയ്യാൻ പോവാണ്. VCC ഓൾറെഡി നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 7408ൻ്റെ 14th പിന്നിലേക്ക് VCC കൊടുത്തിട്ടുണ്ട്. സോ 3 ICക്കും കിട്ടുന്ന രീതിയിൽ നമ്മൾ ഷോർട്ട് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. 7th പിന്നിൽ ഗ്രൗണ്ട് കണക്ഷൻ. VCC എന്ന് പറയുന്നത് +5 വോൾട്ടിലാണ് നമ്മുടെ ഈ IC ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്ലിയർ ഒരു സ്വിച്ച് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനായിട്ട് ഞാനൊരു ഇൻപുട്ട് സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയറുകൾ തമ്മിൽ ഷോർട്ട് ചെയ്തേക്കുന്ന പോയിൻറ്റ്, ദാറ്റ് മീൻസ് 262 നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു പോയിൻറ്റിലേക്ക് ഒന്നിൽ ഫസ്റ്റ് ICയുടെ 2-ലോ 6-ലോ ഓർ സെക്കൻഡ് ICയുടെ 2-ലോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇൻപുട്ട് വയറ് കണക്ട് ചെയ്യാം. ഓക്കെ, 2 6 ഫസ്റ്റ് ICയുടെ 2 6 നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. 6ൽ നിന്ന് സെക്കൻഡിൻ്റെ 2ലേക്ക് ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഏതെങ്കിലും ആ ഒരു 2-ലോ 6-ലോ സെക്കൻഡിൻ്റെ 2-ലോ നമ്മളൊരു കണക്ഷൻ കൊടുക്കുക. ഇനി ഔട്ട്പുട്ട് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, Q2 Q1 Q0 എന്നുള്ളൊരു ഓർഡറിലാണല്ലോ നമ്മൾ ഔട്ട്പുട്ട് നോക്കേണ്ടത്. സോ Q2 എന്നുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കണം നമ്മൾ ആ ഒരു കിറ്റിൻ്റെ ഫസ്റ്റ് MSB ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സോ ആ ഒരു Q2 കണക്ട് ചെയ്യണം. അത് കഴിഞ്ഞായിരിക്കണം Q1 ആൻഡ് ദ ലാസ്റ്റ് സെക്ഷൻ ആയിരിക്കണം Q0 കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫിഗറിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഫസ്റ്റ് Q0 Q1 Q2 എന്നാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ എപ്പോഴും നല്ലത് നമ്മുടെ MSB ആയിട്ട് Q2നെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് റിവേഴ്സിൽ റീഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഓർഡറിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 12th പിന്നിലാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത്, Q0 കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് കണക്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ഷൻ കഴിഞ്ഞാൽ ഇനി മോണോപൾസർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, മോണോപൾസർ നമ്മൾ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് നമ്മളെന്താണ് ക്ലോക്ക് കൊടുക്കേണ്ടത്. കാരണം ക്ലോക്ക് 7473 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എഡ്ജിൽ ട്രിഗർ ചെയ്യുന്ന ഒരു IC ആണ്. സോ ആ ഒരു ബ്ലാക്ക് പോർട്ടിൽ നിന്ന് തന്നെ ആയിരിക്കണം നമ്മൾ ക്ലോക്ക് പൾസ് കൊടുക്കേണ്ടത്. നോർമലി നമ്മൾ കൊടുക്കുമ്പോഴേക്കും ആ മോണോപൾസ് റെഡിൽ നിന്നാണ് കൊടുക്കേണ്ടത്. ഈ ഒരു 7473 IC നെഗറ്റീവ് എഡ്ജിൽ ട്രിഗർ ചെയ്യുന്ന IC ആയത് കാരണം നമ്മൾ ബ്ലാക്ക് പോർട്ടിലായിരിക്കണം കൊടുക്കേണ്ടത്. ഇനി കണക്ഷൻ ഓവറാണ്. അതെല്ലാം കഴിഞ്ഞു. Q2 Q1 Q0 കണക്ട് ചെയ്തു, ക്ലിയർ കണക്ഷൻ ചെയ്തു, VCC ഗ്രൗണ്ട് കണക്ഷൻ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുന്ന നേരത്ത് ഈ പ്രീസെറ്റിൻ്റെ സ്വിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മോണോപൾസർ ഉണ്ടോ നമ്മൾ ഒരു ആ ബ്ലാക്ക് പോർട്ടിലായിരിക്കണം കൊടുക്കേണ്ടത്. റെഡിൽ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. കാരണം ഈ 7473 IC വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ബ്ലാക്ക് പോർട്ടിൽ നിന്ന് തന്നെ ആയിരിക്കണം മോണോപൾസർ കൊടുക്കേണ്ടത്. ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ ക്ലോക്ക് യൂഷ്വലി റെഡിൽ നിന്നായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഇനി കണക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലിയർ എന്നുള്ള ഇൻപുട്ട് സ്വിച്ച് ഉണ്ടല്ലോ, പ്രീസെറ്റ് സ്വിച്ച് നമ്മൾ ഹൈ പൊസിഷനിൽ, അതായത് ഓൺ ചെയ്ത് വച്ചേക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമായിരിക്കും നമ്മുടെ ക്ലോക്ക് പൾസ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കണക്ഷൻ ഓവറാണ്. നമ്മൾ കിറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. കിറ്റ് ഓൺ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോ ക്ലോക്ക് പൾസിലും നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി ഞാൻ ആദ്യം അത് എങ്ങനെയാണ് ക്ലോക്ക് പൾസ് കൊടുക്കുക. കണക്ഷൻ ഓവറായി കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ക്ലോക്കിൽ ഫസ്റ്റ് 000 എന്നുള്ള പൊസിഷൻ, നെക്സ്റ്റ് ക്ലോക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 001 കിട്ടും. അടുത്ത ക്ലോക്ക് പ്രസ് ചെയ്യുമ്പോൾ 010 കിട്ടും. ആൻഡ് തേർഡ് പൾസിൽ 011 കിട്ടും. ലാസ്റ്റ് 100 കിട്ടും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അതായത് ഇത് 4 എന്നുള്ള നമ്പറാണ്. അത് കഴിഞ്ഞ് 0 ആവും. ഒന്നും കൂടെ ശ്രദ്ധിക്കുക, 00 001 010 011 100. അത് കഴിഞ്ഞ് ലാസ്റ്റ് ക്ലോക്കിൽ 0 ആകും.
താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു.